ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചെന്നിരുന്നപ്പോൾ ഒരു അധ്യാപികയോട് ചോദിച്ച ചോദ്യമാണ് ക്ലാസ് നടപടിക്രമത്തിൽ ടീച്ചിങ് മാനുവൽ ആവശ്യമാണോ എന്നുള്ളത്. DLED, B.Ed തുടങ്ങിയ കോഴ്സുകൾ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന നമുക്ക് ടീച്ചിങ് മാനുവൽ ഇല്ലാതെ ഒരു ക്ലാസ് ആലോചിക്കാൻ കൂടി വയ്യാല്ലേ. ട്രെയിനിങ് കഴിഞ്ഞതിനനുസരിച്ച് ടീച്ചിങ് മാനുവലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് തയ്യാറാക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചവരാണ്. അപ്പോൾ ആ ഉത്തരങ്ങൾ നമുക്കറിയാവുന്ന ആ പോയിൻറ്റ്സ് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ ഉത്തരമായി പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്തിനാണ് ഒരു ടീച്ചർ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കേണ്ടത്? ഒരു ക്ലാസ്സിൽ കുട്ടി നേടിയിരിക്കേണ്ട ആശയങ്ങളും ശേഷികളും നൈപുണികളും ഒക്കെ ടീച്ചർക്ക് കൃത്യമായി അറിഞ്ഞിരിക്കാൻ ടീച്ചിങ് മാനുവൽ വളരെ അത്യാവശ്യമാണ് അല്ലേ. സമയബന്ധിതമായി കുട്ടിക്ക് ലഭിക്കേണ്ട പഠന നേട്ടങ്ങളും മറ്റ് ശേഷികളും എല്ലാം കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നറിയാനും സമയബന്ധിതമായി പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനും ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിലൂടെ ടീച്ചർക്ക് കഴിയും. ഓരോ ക്ലാസ്സിലെയും വിലയിരുത്തലുകൾ അനുസരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾ, അതായത് പഠന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്താനും വ്യത്യസ്ത പഠിതാക്കളാണ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക, അതനുസരിച്ചിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ ചേർക്കാനും ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചു വന്ന അതേ രീതിയിൽ മറ്റൊരു ക്ലാസ്സിൽ പോയി പഠിപ്പിച്ചാൽ അത് നടക്കില്ല. കാരണം പഠിതാക്കൾ വ്യത്യസ്തമാണ്, പഠന വേഗത വ്യത്യസ്തമാണ്, പഠന സന്നദ്ധത വ്യത്യസ്തമാണ്. അതിനനുസരിച്ചുള്ള ടീച്ചിങ് മാനുവൽ തയ്യാറാക്കിയിട്ട് നാം ക്ലാസ് എടുക്കാൻ ശ്രദ്ധിക്കണം. പഠന വേഗതയും പഠന വ്യത്യാസവും അനുസരിച്ച് പ്രവർത്തനങ്ങൾ മാറ്റുവാനും മെച്ചപ്പെടുത്താനും ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിലൂടെ സാധിക്കുമെന്ന് പറഞ്ഞല്ലോ. മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്താനും കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനും ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നത് സഹായകമാകും. ഇനി കുട്ടികളുടെ പഠന സന്നദ്ധത വ്യത്യാസമായിരിക്കും. അതിനനുസരിച്ച് നൂതന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്താനും അതുപോലെ പഠന സാമഗ്രികളുടെ ഉപയോഗം മാറ്റുവാനും എല്ലാം എന്താണ് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിലൂടെ സാധിക്കും. ഒരു ക്ലാസ് സമയബന്ധിതമായും ഫലപ്രദമായും എല്ലാ പഠിതാക്കളെയും പരിഗണിച്ചുകൊണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കേണ്ടത് എന്തുകൊണ്ടും അനിവാര്യമാണ്. അപ്പോൾ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിലൂടെ ഓരോ കുട്ടിക്കും കിട്ടേണ്ട കാര്യങ്ങൾ സമയത്ത് ടീച്ചർക്ക് നൽകാനും അതുപോലെ ടീച്ചർക്ക് ക്ലാസ്സിൽ മറ്റ് പല ആക്ടിവിറ്റീസും ചെയ്യാതെ എല്ലാം കൃത്യസമയത്ത് ചെയ്ത് ക്ലാസ് സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുവഴി വിലയിരുത്തലുകളും അതുപോലെ കുട്ടികളുടെ ഫീഡ്ബാക്കും ഇനി അവിടെ എന്തെല്ലാം മെച്ചപ്പെടുത്തലുകൾ നടത്തണം എന്നുള്ളതും ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നതിലൂടെ ടീച്ചർക്ക് കൃത്യമായി അറിയാൻ സാധിക്കും.